ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് കാറ്റത്തെ കിളിക്കൂട്ടിലെ നിധിയുടെയും സുധീഷിൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ നികേഷിന് നല്ല പനിയാണ്. അങ്ങനെ സുധീഷിനെ ഏൽപ്പിച്ചിട്ടാണ് സുഭാഷ് ജോലിക്ക് പോകുന്നത്. പക്ഷെ തിരിച്ചു വരുന്ന സമയത്ത് സുഭാഷ് കാണുന്നത് നികേഷ് ഒറ്റയ്ക്ക് വീട്ടിലുള്ളൂ, ആരും നോക്കാനുമില്ല. പനി നല്ലോണം കൂടിയിട്ടുമുണ്ട്. ചോദിക്കുമ്പോൾ സുധീഷിൻ്റെ കാര്യം അന്വേഷിക്കും. സുധീഷ് ചേട്ടൻ രാവിലെ ഇവിടുന്ന് പോയാന്ന് പറയും. സുഭാഷിന് നല്ല ദേഷ്യമുണ്ട്. ഹരീഷ് വരുമ്പോൾ ഹരീഷുമായിട്ട് ചേർന്ന് നികേഷിനെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അതിന് ശേഷം കാണുന്നത് സുധീഷ് അങ്ങോട്ട് വന്ന് നികേഷിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ ദേഷ്യപ്പെടുകയാണ്. സുഭാഷ് നിൻ്റെ അടുത്ത് പറഞ്ഞില്ലേ അവനെ നോക്കണം, എന്നിട്ട് നീ എന്തായി കാണിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുഭാഷും ഹരീഷും ഒക്കെ സുധീഷിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. നികേഷും നല്ല രീതിയിൽ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം അവർ തമ്മിൽ വഴക്കൊക്കെ ആവുകയാണ്. പിന്നെ സുധീഷിന് നല്ല ദേഷ്യവും വിഷമമൊക്കെ വരുന്നുണ്ട്. അതിനുശേഷം നികേഷിന് പനിയാണെന്നുള്ള കാര്യം നിധി അറിയുന്നുണ്ട്. അപ്പോൾ നിധിയേട്ടത്തി എനിക്ക് നല്ല സുഖമില്ല, പനിയാണ്, ഹോസ്പിറ്റലിൽ പോയിട്ടിപ്പോൾ സുഭാഷ് ചേട്ടൻ എന്നെ കൊണ്ടുവന്നതേ ഉള്ളെന്നൊക്കെ ഫോണിൽ കൂടി വിളിച്ച് വീഡിയോ കോൾ വഴി കണ്ട് സംസാരിക്കുമായിരുന്നു. നികേഷിന് പനിയെന്ന് അറിയുമ്പോഴത്തേക്ക് നിധിക്ക് അവിടെ ഒരു സമാധാനമില്ല. അങ്ങനെ രാവിലെ തന്നെ നികേഷിനെ കാണാനായിട്ട് വീട്ടിലോട്ട് വരികയാണ്. വീട്ടിലോട്ട് വരുന്ന സമയത്ത് സുധീഷിനും സുഭാഷിനൊക്കെ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കത്തില്ല നിധി വരുന്നെന്ന്. പക്ഷേ നികേഷിന് ഉറപ്പുണ്ടായിരുന്നു നിധി വരുമെന്നുള്ളത്. പ്രത്യേകിച്ച് നികേഷിന് എന്തെങ്കിലും പറ്റിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിധിക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഒരു കുഞ്ഞ് അനിയൻ്റെ കണക്കാണ് നികേഷിനെ കാണുന്നത്. നിധിയെ കാണുന്നതും നികേഷിനൊക്കെ ഭയങ്കര സന്തോഷമാവും. ഏട്ടത്തി എന്ന് പറഞ്ഞ് വിളിച്ച് കരയാണ്. എന്ത് പറ്റി നികേഷ്? നിധി ഇവിടുന്ന് പോയപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് മോളെ ഇവന് അസുഖം. അപ്പോൾ തൊട്ട് എങ്കിലും പനിയും ഒക്കെയാണെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇവന് പണ്ട് തൊട്ടേ ഇങ്ങനെ എന്തൊരു ചെറിയ കാര്യം വീട്ടിലുണ്ടായ ഉടനെ ഇവന് പനി പിടിക്കുമെന്ന് പറയും. ഇപ്പോൾ വലുതായിട്ട് ഇവർ മാറ്റമൊന്നും ഇല്ലെന്ന് പറയും. അതുകൊണ്ട് ചോദിക്കും എന്ത് പറ്റി നികേഷ്? മരുന്നും ആഹാരം പോലും സമയത്ത് കഴിക്കത്തില്ലെന്ന് എപ്പോഴും മോളുടെ വിചാരമാണ്. ഏട്ടത്തി എപ്പോൾ വരുമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമെന്ന് പറയും. എന്താ നികേഷ് ചെയ്ത്? നീ വലിയ കുട്ടിയായില്ലേ, ഇപ്പം സമയത്തിന് മരുന്ന് കഴിച്ചെങ്കിലല്ലേ അസുഖമൊക്കെ മാറത്തോളം എന്ന് പറയും. അങ്ങനെ രാവിലത്തെ മരുന്ന് കൊടുത്തു ഇല്ലെന്ന് പറയും. അങ്ങനെ നിധി മരുന്ന് കൊടുക്കുകയാണ്. മനുഷ്യൻ പറയും മോളിരിക്കും, ഞാൻ ചായ ഇട്ടുകൊണ്ട് വരാമെന്ന് പറയും. അതൊന്നും വേണ്ട സുഭാഷ് ചേട്ടാ, അതൊന്നും പറ്റത്തില്ലെന്നുകൊണ്ട് ചായ കുടിക്കുമ്പോഴത്തേക്ക് നിധിക്കാൻ സന്തോഷം. എന്ത് ടേസ്റ്റുള്ള ചായ! അവിടുത്തെ ഫുഡ് തീരെ കൊള്ളത്തില്ല സുഭാഷ് ചേട്ടാ, ചായ പോലും തീരെ മോശം. അവിടുത്തെ ചായ കുടിക്കുമ്പോഴേ ഇവിടുത്തെ സുഭാഷ് ചേട്ടൻ്റെ ചായയുടെ ടേസ്റ്റ് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറയും. എങ്കിൽ മോളിരിക്കും, ഞാൻ ദോശ ഇട്ടുകൊണ്ട് വരാമെന്ന് പറയും. ദോശയൊന്നും വേണ്ട, അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. മോൾക്ക് ഓംലേറ്റും ദോശയും വലിയ ഇഷ്ടമില്ല എന്നുള്ള ദോശയോ ഓംലേറ്റോ കൊണ്ട് കൊടുക്കുകയാണ്. നിധി നല്ല ആസ്വദിച്ച് കഴിക്കും. അത് കാണുമ്പോഴത്തേക്ക് സുഭാഷിന് സന്തോഷവും. എന്ത് ടേസ്റ്റുള്ള ഫുഡാണ് ഇത്. സുഭാഷ് ചേട്ടൻ്റെ കൈ കൊണ്ട് എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. മുമ്പ് സുനന്ദ പറയുമ്പോൾ ഞാൻ എത്രയും വിശ്വസിച്ചിട്ടില്ല, നല്ല ടേസ്റ്റുള്ള ഫുഡാണ് സുഭാഷ് ചേട്ടൻ ഉണ്ടാക്കുന്നതെന്ന് പറയും. അപ്പോഴത്തേക്ക് പറയും മോൾക്ക് അവിടുത്തെ ഫുഡ് തീരെ പറ്റുന്നില്ലെന്ന് ചോദിക്കും. കൊള്ളത്തില്ല സുഭാഷ് ചേട്ടാ, എനിക്ക് 2 ദിവസം കൊണ്ട് ഒട്ടും ആഹാരം ശരിയാവുന്നില്ലെന്ന് പറയും. എനിക്കൊരു കാര്യം ചെയ്യാം, മോൾക്ക് ആവശ്യമുള്ള ഫുഡ് ഞാൻ രാവിലെ ഉച്ചയ്ക്കും ഹോസ്റ്റലിൽ കൊണ്ട് തരാമെന്ന് പറയും. അതൊന്നും വേണ്ട എന്ന് പറയും. അല്ല, അത് സുഭാഷ് ചേട്ടന് ബുദ്ധിമുട്ടൊന്നുമില്ല മോളെ, വേണ്ട സുഭാഷ് ചേട്ടാ എന്ന് പറയും. എങ്കിൽ പിന്നെ മോൾക്ക് ഇവിടെ നിന്നൂടായോ എന്ന് ചോദിക്കും. അത് ശരിയാവത്തില്ല, ഞാനിവിടെ നിന്ന് കഴിഞ്ഞാലേ ചിലർക്ക് ഇനിയും ഞാൻ ഭാര്യയാണെന്നൊക്കെ തോന്നുമെന്ന് പറയും. ഉടനെ സുധീഷ് വന്നിട്ട് നിധി എനിക്കൊരു അബദ്ധം പറ്റി പോയതാണ് നിധി, എന്നോട് ക്ഷമിക്കും നിധി, ഞാൻ എത്ര തവണ സോറി പറഞ്ഞു, മെസ്സേജ് അയച്ചു, ഫോൺ ചെയ്തു, നേരിട്ട് വന്ന് കണ്ട് ക്ഷമ പറഞ്ഞു, എന്തൊക്കെ ചെയ്തു, ഞാൻ ഇനി ഒരു തെറ്റും ചെയ്യത്തില്ല. അന്നത്തെ സാഹചര്യത്തിൽ ഞാൻ അങ്ങനെ പെരുമാറിയതാണ്, ഞാൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയതാണ്, ഞാൻ കാരണം നിധി ഇവിടുന്ന് പോകരുത് എന്നൊക്കെ പറഞ്ഞ് നിധിയോട് ക്ഷമ പറയുകയാണ്. അപ്പോഴത്തേക്ക് നികേഷിനും സുഭാഷിനൊക്കെ ചിരി വരും സുധീഷിൻ്റെ പെർഫോമൻസൊക്കെ കണ്ടിട്ടിട്ട്. ശേഷം പറയും അപ്പോഴത്തേക്ക് നിധിയൊന്നും മിണ്ടത്തില്ല. എങ്കിൽ ഞാൻ പോയിട്ട് വരാം സുഭാഷ് ചേട്ടൻ എന്ന് പറയും. മോളെ സുഭാഷേട്ടൻ പറഞ്ഞത് മറക്കരുത്, ഇടയ്ക്ക് മോള് വന്ന് ഇങ്ങോട്ട് വരണം, അധികം ദൂരമില്ലല്ലോ ഹോസ്റ്റലും വീടും തമ്മിലെന്നൊക്കെ പറയും. ശരി സുഭാഷ് ചേട്ടൻ എന്ന് പറയും. അപ്പം സുധീഷ് ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് പറയും എനിക്ക് കാര്യം ചെയ്യും, മോള് ഇറങ്ങാൻ ഞാൻ ഓട്ടോ പിടിച്ച് തരാമെന്ന് പറയും. അത് വേണ്ട, കുറച്ച് നടന്നാൽ ബസ് സ്റ്റോപ്പ് അല്ലേ എന്ന് പറയും. അതുപോലെ എനിക്ക് ഹരീഷ് നീ മോളെ കൊണ്ട് വിടാൻ പറയും. അത് വേണ്ട. അതെന്തിനാ, ഞാൻ കൊണ്ട് വിടാമെന്ന് പറയും. വേണ്ട, എനിക്കറിയാം നടന്നു പോകണമെന്ന് പറയും. നിധിക്കങ്ങ് ദേഷ്യം വരും സുധീഷിൻ്റെ സംസാരം കേൾക്കുമ്പോഴത്തേക്ക്. ഉടനെ പുറത്തിറങ്ങി നിൽക്കുകയാണ് നിധി. എന്നോട് ഇപ്പോഴും നിധിക്ക് ദേഷ്യം മാറിയിട്ടില്ലേ എന്ന് പറയും. ദേഷ്യം മാറാൻ വേണ്ടിയുള്ള നല്ല കാര്യമാണോ സുധീഷ് എന്നോട് ചെയ്തതെന്ന് നോക്കി. നിധി ഞാൻ പറഞ്ഞില്ല നിധി, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയത്, എന്നോട് ക്ഷമിക്കണമെന്ന്, ഞാൻ ഇനി ഒരിക്കലും ആ തെറ്റ് ആവർത്തിക്കത്തില്ല നിധി, ഞാൻ മുമ്പ് ചെയ്ത കാര്യങ്ങളൊക്കെ മറന്നു, സർട്ടിഫിക്കറ്റ് ഇല്ലായിരുന്ന സമയത്തൊക്കെ ഞാനല്ലേ നിധിക്ക് പോയി യൂണിവേഴ്സിറ്റിയിൽ സർട്ടിഫിക്കറ്റൊക്കെ ശരിയാക്കി തന്നു, അതുകൊണ്ടല്ലേ നിധിക്ക് ഇപ്പോൾ ജോലിക്ക് കയറാൻ പറ്റിയത്, അതുപോലെ തന്നെ ഞാനല്ലേ നിധിയെ ഈ വീട്ടിൽ കൊണ്ടുവന്നത് എന്നൊക്കെ പറഞ്ഞ് സുധീഷ് ചെയ്ത കാര്യങ്ങളൊക്കെ അങ്ങ് പറയുകയാണ്. സുധീഷ് ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ ഞാൻ ഓർത്ത് വെച്ചിട്ടുണ്ട്, ചെയ്ത ചീത്ത കാര്യങ്ങളും എനിക്കറിയാമെന്ന് പറയും നിധി എന്നൊക്കെ പറയുമ്പോൾ നിധി അങ്ങ് നടക്കുകയാണ്. അപ്പോഴത്തേക്ക് സുധീഷും പുറമേ നടന്നു പറയും നിധിക്ക് ഒരു ശല്യം ഉണ്ടാകത്തില്ല നിധി അവിടെ വേണമെന്ന് എല്ലാവരുടെ ആഗ്രഹം, നിധിക്ക് ഞാനിവിടെ നിൽക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാനിവിടെ നിന്ന് അങ്ങ് പൊയ്ക്കോളാം, നിധി ഇവിടെ താമസിച്ചോളാൻ പറയും. അപ്പോഴത്തേക്ക് നിധി ഒന്നും മിണ്ടത്തില്ല. സുധീഷിനൊക്കെ പോകാനല്ലേ പറഞ്ഞു, വെറുതെ എന്തിനാ എൻ്റെ പുറകെ നടന്ന് ഇങ്ങനെ ശല്യം ചെയ്തെന്ന് ചോദിക്കും. നിധി പ്ലീസ് നിധി എന്നൊക്കെ പറഞ്ഞ് പിന്നെ അങ്ങ് ഓരോന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കാണ് ചേച്ചി ഓടി കൂടി വരുന്നത്. അവർ ചോദിക്കും അല്ല നിൻ്റെ ഭാര്യ പിന്നെയും തിരിച്ചു വന്നോ
ഈ കൊച്ചു പിണങ്ങിപ്പോയതല്ലായിരുന്നു ചോദിക്കും. ഇത് നിങ്ങളോട് ആരാ പറഞ്ഞത്? പറയാനെന്തോ കുറച്ച് ആളുകൊണ്ട് ഈ കൊച്ചുകൂടി ഇല്ലായിരുന്നല്ലോ. ഇപ്പം തിരിച്ചു വന്നത് നീ പിണക്കം വിളിച്ചുകൊണ്ട് വന്നതാണോ അതോ അതിൻ്റെ വല്ല സാധനങ്ങൾ എടുക്കാൻ വേണ്ടി വന്നതാണോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സുധീഷ് പറയും, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ കാര്യം നോക്കിയാൽ മതി, ഞങ്ങളുടെ വീട്ടിലെ കാര്യം അന്വേഷിക്കാൻ ഞങ്ങൾക്ക് അറിയാമെന്ന് പറയും. ഓ, അല്ലെങ്കിൽ തന്നെ അത് പെണ്ണുങ്ങൾ വാഴാത്ത വീടല്ലേ എന്നൊക്കെ പറയും. ഉടനെ സുധീഷ് പറയും, കണ്ടില്ലേ നിധി ഓരോന്ന് പറയുന്നത്, നിധി അവിടെ വന്ന സമയത്ത് അങ്ങൊരു പ്രശ്നമേ ഇല്ലായിരുന്നു, ഇപ്പോൾ എല്ലാവരും സ്ത്രീകൾ വാഴാത്ത വീടെന്ന് പറഞ്ഞിട്ട് ഓരോന്ന് പറയുവാന്നൊക്കെ പറയും. അപ്പം നിധി ഇങ്ങനെ മനസ്സിലാലോചിക്കും മുമ്പ് സുഭാഷും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ. കാരണം മുമ്പ് സ്ത്രീകൾ വാഴാത്ത വീടാണ് എന്നൊരു പറച്ചിൽ പൊതുവെ ആ വീട്ടിനെക്കുറിച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ നിധി അതൊക്കെ മനസ്സിലാലോചിക്കുകയാണ്. അതിനുശേഷം നടന്ന് അവരങ്ങ് ഹോസ്റ്റലിൽ വരെ എത്തി. അതിനുശേഷം നിധി അങ്ങ് ഹോസ്റ്റലിൽ കയറിപ്പോയാണ്. അതിനുശേഷം ഹോസ്റ്റലിനകത്തിരുന്നതിന് ശേഷം നിധിയുടെ മനസ്സ് മുഴുവൻ അതാണ്. കാരണം ഞാൻ വന്നതിന് ശേഷം ഇനി എല്ലാവരും ഞാൻ പിണങ്ങിപ്പോയോ, സ്ത്രീകൾ വാഴാത്ത വീട്, അങ്ങനെയുള്ള പറച്ചിലുകൾ ഉണ്ടോ എന്നുള്ളൊരു ടെൻഷനിലാണ് നിധി. അതിനുശേഷം നിധിക്ക് നികേഷിൻ്റെ ഓർമ്മയാണ്. ഏട്ടത്തി എന്ന് വിളിച്ചുള്ള നികേഷിൻ്റെ സംസാരവും, ഏട്ടത്തി മുമ്പ് എനിക്ക് പനി വന്നപ്പോൾ എൻ്റെ അമ്മയെപ്പോലെ എന്നെ കെയർ ചെയ്തത്, ഏട്ടത്തി പോവരുത് ഏട്ടത്തി പ്ലീസ് ഏട്ടത്തി എന്നൊക്കെ പറഞ്ഞ് നികേഷിൻ്റെ ആ കരഞ്ഞ സംസാരവും ഒക്കെ നിധിയുടെ മനസ്സിൽ തന്നെ അങ്ങ് റിവൈൻഡ് ചെയ്ത് വരികയാണ്. നിധിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പം നിധി ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുകയാണ്, തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോകണം. കാരണം നിധിയുടെ പ്രസൻസ് അവരെല്ലാവരും ഒരുപാട് ആഗ്രഹിക്കും എന്നുള്ളത് നിധിക്ക് മനസ്സിലായി. അങ്ങനെ നിധി ദിവ്യയോട് പറയുന്നുണ്ട്, ദിവ്യ ഞാൻ റൂം വെക്കേറ്റ് ചെയ്യാമെന്ന് പറയും. എന്ത് പറ്റി നിധി? അത് എനിക്ക് തിരികെ പോകണമെന്ന് പറയും. എന്താ ആ കസിൻ്റെ വീട്ടിലോട്ട് തന്നെയാണോ തിരികെ പോകുന്നത്? അവിടെ എന്തെങ്കിലും പ്രശ്നമുള്ളതുകൊണ്ടല്ലേ നിധി ഇങ്ങോട്ട് വന്നത്? പിന്നെ പെട്ടെന്ന് എന്താ അത്? എനിക്കിവിടുത്തെ ഫുഡൊന്നും ശരിയാവുന്നില്ല. അത് ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇവിടുത്തെ ഫുഡ് അത്ര ശരിയല്ലെന്നുള്ളത്, ഞാനതില്ലേ പുറത്തുനിന്ന് ഫുഡ് മേടിച്ച് കഴിക്കുന്നതെന്ന് പറയും. എന്തോ എനിക്കൊരു സുഖം തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ വെക്കേറ്റ് ചെയ്യാമെന്ന് പറയും. ശരി, നിധിയുടെ ഇഷ്ടം, ഞാൻ നിർബന്ധിക്കുന്നില്ലെന്ന് പറയും. അങ്ങനെ നിധി വീട്ടിലോട്ട് വരുന്ന കാര്യം വിളിച്ച് പറയുകയാണ്. അങ്ങനെ നികേഷിനും സുഭാഷിനും ഭയങ്കര സന്തോഷം. അങ്ങനെ അവർ രണ്ടുപേരുമാണ് നിധിയെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ഹോസ്റ്റലിലോട്ട് വരുന്നത്. അങ്ങനെ അവിടുന്ന് റൂം വെക്കേറ്റ് ചെയ്ത് നിധി തിരികെ കിളിക്കൂട്ടിലോട്ട് വരികയാണ്. നിധി ഇല്ലെന്ന് കരുതി നിധിയുടെ റൂം സുധീഷ് കൈയടക്കി വെച്ചിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ഭാസ്കരൻ പുറത്തിരുന്നിങ്ങനെ മദ്യപിക്കുകയാണ്. അപ്പോഴത്തേക്കാണ് നിധി അങ്ങോട്ട് വരുന്നത്. നിധിയെ കാണുന്നതും ഭാസ്കരൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഭാസ്കരൻ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോഴത്തേക്ക് നിധി ഇങ്ങനെ നിൽക്കും. ഓഹോ, ഇപ്പം പരസ്യമായിട്ടൊക്കെ ഇരുന്ന് മദ്യപിക്കാൻ തുടങ്ങി നോക്കും. അയ്യോ മോളെ, അത് ഞാൻ അങ്ങനൊന്നും ഇല്ല, വല്ലപ്പോഴും ആരും ഇല്ലാഞ്ഞുകൊണ്ട് ഭാസ്കരൻ നല്ല ധൈര്യത്തിൽ ഇരുന്ന് മദ്യപിക്കുമായിരുന്നു. കാരണം മുമ്പ് നിധി ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനൊന്നും ഓപ്പണായിട്ടൊന്നും മദ്യപിക്കത്തൊന്നുമില്ല, എല്ലാത്തിനും ഒരു മറവൊക്കെ ഉണ്ട്. നിധി ഇച്ചിരി പേടിയുണ്ടായിരുന്നു ഭാസ്കരന്. നിധി എല്ലാത്തിനും ചോദ്യം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് മദ്യപാനമൊന്നും പരസ്യമായിട്ടൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ പെട്ടെന്ന് കുപ്പിയൊക്കെ എടുത്തങ്ങ് മാറ്റുകയാണ്. അങ്ങനെ അകത്തോട്ട് കയറി വരുമ്പോഴത്തേക്ക് സുധീഷ് ഇങ്ങനെ ഫോണിൽ കണ്ട് നികേഷോട്ട് അകത്തോട്ട് കയറി വരും. അപ്പോഴത്തേക്ക് റൂമിനകത്തൊരു ബാഗൊക്കെ വെക്കാൻ ബാഗ് റൂമിനകത്തോട്ട് വെക്കാനായിട്ട് നിധി കയറി വരികയാണ്. ആ സമയത്ത് സുധീഷ് റൂമിൽ ഇങ്ങനെ കിടക്കുന്നു. നിധിയെ കണ്ടതും ചാടി എഴുന്നേക്കും. കണ്ണൊക്കെ ഇങ്ങനെ തിരുമ്മി അങ്ങ് നോക്കുകയാണ്. ഉടനെ നിധി പറയും, ഹലോ, സ്വപ്നമൊന്നും അല്ല, ഞാൻ തന്നെ വന്നേക്കുന്നതെന്ന് പറയും. അപ്പോഴത്തേക്ക് സുധീഷിനങ്ങ് സന്തോഷം. അയ്യോ, ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല നിധി തിരിച്ചു വരുമെന്ന്, എന്തായാലും എനിക്ക് സന്തോഷമായി നിധി എന്നൊക്കെ പറയും. അപ്പോൾ അവിടം വരെയാണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. അങ്ങനെ ഹോസ്റ്റലിൽ താമസമൊക്കെ മതിയാക്കി നേരെ നമ്മുടെ നിധി കിളിക്കൂട്ടിലോട്ട് താമസിക്കാൻ വരികയാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി കഥയായിട്ട് നാളെ കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ.